പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലെ ഭഗവത്ഗീത മുൻപിൽ വയ്ക്കുന്ന, ഭഗവാൻ കൃഷ്ണൻ മുൻപിൽ വയ്ക്കുന്ന 20 ഗുണങ്ങളുണ്ട്. സ്വാമി അതിനെക്കുറിച്ച് ഓരോന്നോരോന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. 20 ഗുണങ്ങൾ ഭഗവത്ഗീത നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റെഫറൻസിന് വേണ്ടി സ്വാമി അധ്യായം പറയാം. ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഇതിൽ പറയുന്ന ക്ഷേത്രവും ക്ഷേത്രജ്ഞനും ഒന്നും പുറത്ത് കാണുന്ന നമ്മൾ പറയുന്ന അമ്പലവുമായി ബന്ധപ്പെട്ടതല്ല. അങ്ങനെ ഒരു അർത്ഥമേ ഇതിലില്ല, അമ്പലം എന്നുള്ള അർത്ഥം. ഇതിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിതി അഭിധീയതേന. ഈ ശരീരത്തെയാണ് കുന്തിപുത്ര ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ബാഹ്യമായ ക്ഷേത്രവും നമ്മുടെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അതിനാണ് ഈ വസ്ത്രമൊക്കെ, ഷർട്ടൊക്കെ അഴിച്ചു വെക്കുന്നത്. ഈ പറഞ്ഞ എന്താ പറയുക, നമുക്ക് ശരീരബുദ്ധിയെ ആദ്യം ഉപേക്ഷിക്കണം ഇതിനകത്തേക്ക് കയറണമെങ്കിൽ. അങ്ങനെയാണ്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തുമ്പോൾ നമ്മൾ കണ്ണ് അടയ്ക്കുന്നത്. ഉള്ളിലാണ് സംഭവം. അപ്പം ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്ന 13-ാം അധ്യായത്തിൽ നമ്മുടെ ശരീരത്തെ നിർവചിക്കുന്നുണ്ട്. ആദ്യം നിങ്ങൾ ഇതിൽ അലോപ്പതി ഡോക്ടർമാരുണ്ട്, ഹോമിയോ ഡോക്ടർമാരുണ്ട്, അതുപോലെ തന്നെ ആയുർവേദമുണ്ട്, ഇനിയിപ്പോൾ യുനാനി, ഇങ്ങനെ എന്തൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഭഗവത്ഗീത ശരീരത്തെ സംഗ്രഹിച്ച് അവതരിപ്പിക്കുന്ന ശ്ലോകങ്ങളുണ്ട്. അത് സ്വാമി ജസ്റ്റ് ഒന്ന് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കാരണം ഇതൊരു, ഈ അധ്യായത്തിൻ്റെ താത്പര്യം പറയുകയാണ്. ഈ അധ്യായം നമ്മളെ സംബന്ധിക്കുന്നതാണ്. ഭഗവത്ഗീത അതാണ്, അങ്ങനെയാണ്. ഇതിൽ പറയുന്നത് മഹാഭൂതാനി അഹങ്കാര ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചേന്ദ്രിയ ഗോചരാഹ ഇച്ഛാദ്വേഷ സുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ഇത് എഴുതിയെടുക്കാൻ പറ്റിയില്ലല്ലോ സ്വാമി. എഴുതണം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതുക, അല്ലെങ്കിൽ ഓർമ്മിക്കുക. പഞ്ചമഹാഭൂതാനി, ആകാശം, വായു, നേരത്തെ പറഞ്ഞ അഗ്നി, ജലം, ഭൂമി, ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഇതാണ് നമ്മുടെ ശരീരം. ഈ പഞ്ചമഹാഭൂതങ്ങൾ നമ്മളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവുമെന്ന് തോന്നില്ല. ഉണ്ടോ? ആർക്കെങ്കിലും ഇതിൽ സംശയം ഉണ്ടെങ്കിൽ പറയണം. അപ്പം നമ്മൾ വിശദീകരിക്കുക. കാരണം എന്താ അറിയുന്ന കാര്യം വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സമയം കളയണ്ടല്ലോ, അതുകൊണ്ടാണ്. ആർക്കെങ്കിലും ഈ വിഷയത്തിൽ സംശയമുണ്ടോ? പഞ്ചമഹാഭൂതങ്ങളാണ് നമ്മളെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ലല്ലോ. അതെ, ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഈ സംശയം ചോദിച്ചാൽ മോശമല്ലേ എന്ന് ചിന്തിക്കേണ്ട, നിങ്ങൾ വ്യക്തമാക്കി തരാം സ്വാമി. അതുകൊണ്ട് ഇതാണ് നമ്മൾ. അപ്പോൾ 5 മഹാഭൂതങ്ങൾ, പഞ്ചമഹാഭൂതാനി. അഹങ്കാര, അഹങ്കാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയുന്ന ഒരു, അവൻ മഹാ അഹങ്കാരിയാണ്, അതല്ല. അഹം, ഞാൻ എന്ന ബോധം നമുക്കില്ലേ? നിങ്ങൾക്കില്ലേ? ഉണ്ട്, ഞാൻ എന്നത്. ഇത് അപ്പോൾ 5 മഹാഭൂതങ്ങളും 6, 21 ഘടകങ്ങളാണ് ഇതിൽ പറയുന്ന, സംഗ്രഹിച്ച് പറയുന്ന നമ്മളെക്കുറിച്ച് പറയുന്നത്. പിന്നെ പറയുന്നു ബുദ്ധി നമുക്കുണ്ട്. പറയുന്നു അവ്യക്തമായ ഒരവസ്ഥയുണ്ട് നമുക്ക്. ഈ നിദ്രയിൽ അവിടെയാണ്, മൂലപ്രകൃതിയാണ് അവ്യക്തം. ഗാഢസുഷുപ്തിയിൽ നമ്മൾ ആരാണെന്നൊന്നും അറിയാതിരിക്കുന്ന ഒരവസ്ഥ, നമ്മുടെ അവസ്ഥയാണ് അവ്യക്തം, നമുക്കുള്ളതാണത്. ദശം ച ഏകം ച ഇന്ദ്രിയാണി, 10 ഇന്ദ്രിയങ്ങളും ഒരു മനസ്സും. വാക് പാണി പാദ പായു ഉപസ്ഥം, ഇതാണ് കർമ്മേന്ദ്രിയങ്ങൾ. വാഗിന്ദ്രിയം, വാക്ക്, പാദം കാലുകൾ, പാണി കൈകൾ, 2 വിസർജനേന്ദ്രിയങ്ങൾ. ഇങ്ങനെ 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ദശം ച ഏകം എന്ന് പറഞ്ഞാൽ മനസ്സ്. അപ്പോൾ 11. 5 മഹാഭൂതം, അഹങ്കാരം, ബുദ്ധി, അവ്യക്തം, മൂലപ്രകൃതി, ദശം ച ഏകം ച ഇന്ദ്രിയാണി, 10 ഇന്ദ്രിയങ്ങളും ഒരു മനസ്സും 11.
ഇന്ദ്രിയ ഗോചര പഞ്ച, ഇന്ദ്രിയ വിഷയങ്ങൾ. ഇതൊക്കെ ഈ വൃത്തത്തെക്കുറിച്ച് തന്നെയാണ് സ്വാമി പറഞ്ഞു തരുന്നത്. വൃത്തം എന്ന് പറയുന്നത് നമ്മുടെ ചിത്രമാണിത്. ഇന്ദ്രിയ ഗോചര വിഷയം, ഇന്ദ്രിയ വിഷയങ്ങൾ. ഇന്ദ്രിയങ്ങൾ ഗോചരം എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് കുതിരയെ ഇന്ദ്രിയങ്ങളായിട്ട് പറഞ്ഞത്. കാരണം അതിൽ സഞ്ചരിക്കുകയാണ് 5 വിഷയങ്ങൾ: ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം. ഇതാണ് വിഷയങ്ങൾ. ഇതിനെയാണ് വിഷയം എന്ന് പറയാം. അപ്പം ഇന്ദ്രിയ ഗോചരാഹ, ഇന്ദ്രിയ വിഷയങ്ങൾ, അത് 5 എണ്ണം. പിന്നെയോ ഇച്ഛ, ദ്വേഷം, ഇത് നമുക്കുള്ളതാണ്. നമുക്കെന്തുണ്ട്? ഇച്ഛയുണ്ട്, ആഗ്രഹമുണ്ട്, ഇഷ്ടം. അതുപോലെ തന്നെ ദ്വേഷം, അനിഷ്ടം. ഇതിനെ ദ്വന്ദ്വങ്ങൾ എന്ന് പറയും, വിപരീതങ്ങൾ എന്ന് പറയും. രാഗം, ദ്വേഷം, ഇങ്ങനെ പല വാക്കുകൾ ഉപയോഗിക്കും. ഇത് നമ്മളിലുള്ളതാണ്. ഇതൊന്നും മോശപ്പെട്ടതല്ല. എനിക്ക് ഭയങ്കര ദേഷ്യമുണ്ട്, നിങ്ങൾക്ക് ഇത്ര ദേഷ്യം പാടില്ല കേട്ടോ. അതുകൊണ്ട് ദേഷ്യം അല്ലെങ്കിൽ രാഗം ഇതൊന്നും മോശമാണോ മോശമല്ലേ എന്നുള്ളതല്ല. ഇതൊക്കെ നമുക്ക് ഉള്ളതാണ്. ആദ്യം ഇതിന് ചിലരൊക്കെ പറയും എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞ ഒരു സംഭവമില്ല കേട്ടോ. അപ്പം നിങ്ങൾ ആ എന്ന് പറഞ്ഞാൽ മതി, ശരി എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു ദിവസം ചോദിക്കുക, ഒരു ഗുരു അങ്ങനെ ഒരിക്കൽ പറഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ ചോദിച്ചു, ഗുരുവിന് ദേഷ്യം വരില്ലേ? ഗുരു പറഞ്ഞു, ഇല്ല കുട്ടി. ഗുരുവിന് ഒരിക്കലും ദേഷ്യം വന്നിട്ടില്ല. ഇല്ല മോനെ, ഗുരുവിന് ഒരിക്കലും ദേഷ്യം വന്നിട്ടില്ല. ഗുരു എന്താ ജീവിതത്തിൽ ഒരിക്കലും ഗുരുവിന് ദേഷ്യം വന്നിട്ടില്ല? ഇല്ല എന്നല്ലേ പറഞ്ഞത്? ഗുരു നീ എന്താണടാ ദേഷ്യം പിടിപ്പിക്കുക? എനിക്ക് ദേഷ്യമേ വരാറില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോഴേ നമുക്ക് ദേഷ്യം പിടിക്കും. ദയവേത് നിങ്ങളത് അങ്ങനെ പറയരുത്. നമ്മളൊക്കെ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. ആശ്രമത്തിലൊക്കെ ചിലർ പറയും സ്വാമിജിയാണ് പക്ഷേ ദേഷ്യപ്പെട്ടു. സ്വാമിമാർക്ക് ദേഷ്യം പാടില്ലല്ലോ. നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. സ്വാമി എങ്ങനെയായിരിക്കണം? എന്ത് കാണിച്ചാലും ഓം നമ ശിവായ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിട്ട് ഇങ്ങനെ കഴിയണം. ഇത് ഗീതയാണിത്. അപ്പോൾ ഇച്ഛ, ദ്വേഷം, ഇതൊക്കെയാണ് നമുക്ക് എന്തുണ്ട്? രാഗമുണ്ട്, ദ്വേഷമുണ്ട്. ഇച്ഛാദ്വേഷ. പിന്നെയോ സുഖം, ദുഃഖം, സംഘാതം. നമുക്ക് സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് ഇതിനുള്ള സാഹചര്യങ്ങളെ പ്രകൃതി എപ്പോഴും തന്നുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെ ഒന്ന് ഇടയ്ക്ക് ആക്ടിവേറ്റ് ആക്കി വെക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാതെയായി പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലതൊക്കെ ഇല്ലാതെയായാൽ വലിയ പ്രശ്നം ഉണ്ടാവും. പക്ഷെ ഏതേലും ഇതാവരുതെന്നേ ഉള്ളൂ. ഇത് ഉള്ളതാണ്. സുഖം, ദുഃഖം, സംഘാതം, ഇതിൻ്റെ സമ്മിശ്രം, ചേർച്ച. സുഖം ഉണ്ടാകുമ്പോൾ നമ്മൾ ഹായ് എന്ന് പറയും, ദുഃഖം ഉണ്ടാകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും. ഇത് രണ്ടും അല്ലാത്തപ്പോൾ ഹൂയി എന്നും പറയും. ഇതാണ് സമ്മിശ്രം, സുഖ ദുഃഖ സംഘാതം. പിന്നെയോ ചേതന, ധൃതി. ചേതന ചിന്തന കർത്തൃം. ചേതന എന്നുള്ളതിന് ജീവനെന്നും, ധൃതി ധാരണ, ധരിക്കുക, ധൈര്യം, ഇതാണ് ധൃതി. സവികാരമേതത്, ഇതൊക്കെ വികാരങ്ങളോട് കൂടിയതാണ്. ക്ഷേത്രം സമാസേന ഉദാഹൃതം. ഇതാണ് സംഗ്രഹിച്ച് പറയുന്ന നമ്മുടെ ശരീരം. അലോപ്പതി ഡോക്ടർമാർ ഇവിടെ ഉണ്ട്, ആയുർവേദവും ഉണ്ട്, ഹോമിയോയും ഉണ്ട്. പക്ഷേ ഈ അലോപ്പതിയിലും ആയുർവേദത്തിലും സ്വാമി അറിയാൻ ശ്രമിച്ചിട്ടുണ്ട്. അലോപ്പതിയിൽ ഡോക്ടറുടെ മുന്നിൽ വന്ന ഒരു പേഷ്യൻറ്റിനെ ഈ 21 ഘടകങ്ങളെ ചേർത്തുകൊണ്ട്
അലോപ്പതിയിൽ ഒരു പഠനം ഇല്ല എന്നാണ് സ്വാമി അറിയാൻ കഴിഞ്ഞത്. പഠനങ്ങളുണ്ടാവാം, പക്ഷേ തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഇതാ ഈ 21 സാധനമാണോ എന്ന് ഡോക്ടർ കാണുന്നില്ല. ആയുർവേദത്തിൽ അതുണ്ട്. ഹോമിയോയിൽ മാത്രം വിസ്തരിച്ച കൗൺസിലിംഗ് ഉണ്ട്. അത് നല്ലതാണ്. നിങ്ങൾ കിടക്കുമ്പം ഇടത്തോട്ട് കിടക്കുമോ വലത്തോട്ട് കിടക്കുമോ, നിങ്ങൾ പുതയ്ക്കുകയോ, അത് നിങ്ങൾ എന്ത് പുതയ്ക്കും, കട്ടിയുള്ളത് പുതയ്ക്കുകയോ അതോ നേർമ പുതയ്ക്കുകയോ, ഫാൻ ഇടുവോ ഇടില്ല, അതോ ഇട്ടാൽ 1-ലിടുവോ 2-ലിടുവോ 3-ലിടുവോ, നിങ്ങൾ തണുത്ത ഭക്ഷണമാണോ കഴിക്കുക അതോ ചൂടുള്ളതാണോ കഴിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുകയോ കഴിക്കുന്നതിന് ശേഷം കുടിക്കുകയോ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയോ, ഇങ്ങനെ ഇവർ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടല്ലേ. പറയുന്നു ഇല്ലെങ്കിലും സ്വാമി ഒരുപാട് നിങ്ങൾ ചോദിക്കും ഇല്ലേ, ശരിയോ തെറ്റോ? അലോപ്പതിയിൽ ചോദ്യമൊന്നുമില്ല, വരുന്നതിന് മുമ്പ്. അങ്ങനെ ഒരിക്കലും അലോപ്പതി ഡോക്ടർ അദ്ദേഹത്തിൻ്റെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം മക്കളൊക്കെ വരുന്നുണ്ട്, വാടകക്കാരെ ഒഴിപ്പിച്ചിട്ട് അവർക്ക് താമസിക്കണം. അദ്ദേഹം ഒരു എഴുത്തയച്ചു. ഇത് അവിടുത്തെ അമ്മയ്ക്ക് മനസ്സിലായില്ല വായിച്ചിട്ട്. അവരടുത്ത മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടു കൊടുത്തു. അതിലെഴുതിയത് നിങ്ങൾ ഒഴിയണം, അടുത്ത മാസം, അപ്പോൾ മാസമൊക്കെ ഉണ്ട് അതിൽ, അടുത്ത മാസം ഇവർ വരും എന്നൊക്കെ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 1 മാസത്തേക്കുള്ള ടോണിക്കും അതും ഇതൊക്കെ കൊടുത്തു എന്നാണ് കഥ. ചുരുക്കി പറഞ്ഞാൽ ഇത് 21 സങ്കേതങ്ങൾ നമ്മുടെ രോഗത്തെ നിർണ്ണയിക്കുന്ന, അല്ലെങ്കിൽ രോഗത്തിന്, ഇതൊക്കെ രോഗത്തിൻ്റെ സാധ്യതകളാണ്. ശബ്ദസ്പർശരസരൂപഗന്ധാദികൾ, പഞ്ചമഹാഭൂതങ്ങൾ. ഈ പഞ്ചമഹാഭൂതങ്ങളുടെ ചേർച്ചയാണ് നമ്മൾ അന്നമായി സ്വീകരിക്കുന്നത്. ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് അതാണ്. അതേപോലെ ഇതിൽ പറഞ്ഞിട്ടുള്ള ഓരോന്നും നമ്മൾ സ്ഥിരം കേൾക്കുന്ന എന്താ പറയുക ശബ്ദം, കടലിൻ്റെ തീരത്ത് താമസിക്കുന്നവനുണ്ടാകുന്ന രോഗം, ചപ്പ് ചവറുകൾ കൊണ്ടിടുന്നതിൻ്റെ സമീപത്തുണ്ടാകുന്ന ഒരാൾക്കുള്ള രോഗം, ഈ എന്താ പറയുക, ഈ ചില വർക്ക്ഷോപ്പുകളുണ്ട്, ബോഡി ബിൽഡേഴ്സ്, രാവിലെ മുതൽ ഈ അടിയോടടിയാണ്, കട്ടേ കട്ടേ കട, ഇതിങ്ങനെ കേട്ടുണ്ടാവുന്ന ചില അസുഖങ്ങളുണ്ട്. കാരണം ഇവരാരെ കിട്ടിയാലും ചൊറിഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെ. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ സാഹചര്യത്തിൽ നിന്നും സന്ദർഭത്തിൽ നിന്നും ഉണ്ടാകുന്ന രോഗങ്ങളാണ്. അതുകൊണ്ട് ഇതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം ചികിത്സാവിധി എന്ന് ആയുർവേദത്തിൽ ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. സ്വാമി പറയുന്നത് ഇത് നമ്മുടെ മൂല്യങ്ങളല്ല. നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ അധ്യായം നമ്മളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എന്ന് പറയുന്നതിനെ ഒന്ന് സംഗ്രഹിച്ച് പറയുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ത്വങ് മാംസ രുധിര സ്നായു മേധോ മജ്ജാസ്തി സങ്കുലം മൂത്രം പൂർണ്ണപുരീഷാഭ്യാം എന്ന ശരീരത്തെ മറ്റൊരു പ്രകാരത്തിൽ 7 ധാതുക്കളാണ്. ത്വങ് മാംസ, ത്വക്ക്, മാംസം, രുധിരം, രക്തം, സ്നായു, ഞരമ്പ്, മജ്ജ, ബോൺമാരോ, പിന്നെ അസ്ഥി, എല്ല്, പിന്നെ മലമൂത്രം. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെയുള്ള ഇതിൻ്റെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ബൈ പ്രോഡക്റ്റ്. ഇതാണ് നമ്മുടെ ശരീരം എന്ന് വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. പിന്നെ നാഡീ ഞരമ്പുകളെക്കുറിച്ചും അതും ഇതൊക്കെ വേറെ. ഇത് ഭഗവാൻ പറഞ്ഞത് സമാസേന എന്നാ, സംഗ്രഹിച്ച് എന്ന. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, നിങ്ങളുടെ റെഫറൻസിന് വേണ്ടി എഴുതിയെടുക്കുക. 13-ാം അധ്യായത്തിൽ 6-7 ശ്ലോകങ്ങളാണ് സ്വാമി ഇപ്പം പറഞ്ഞത്. ഇതിനെക്കുറിച്ച് വിസ്തരിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ പറയാൻ പോകുന്ന 20 ഗുണങ്ങൾ 11-12 ശ്ലോകങ്ങളിലുള്ളതാണ്. നിങ്ങളിതിൽ ക്ലാസ് എടുക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഇതൊരു നല്ലൊരു, നിങ്ങളിത് ഇതിൽ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ, നിങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, അവർക്കൊക്കെ ഇതൊരു വലിയൊരു അനുഗ്രഹമായിരിക്കും. ഇതാണ് നമ്മളെക്കുറിച്ച് പഠിപ്പിക്കേണ്ടുന്ന, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള പഠനം. ഒന്നാമത്തത് അമാനിത്വം.
നമുക്കുണ്ടായിരിക്കേണ്ടുന്ന 20 ജ്ഞാനത്തിൻ്റെ ലക്ഷണം, അറിവിൻ്റെ ലക്ഷണങ്ങളാണ്. അറിവിൻ്റെ അറിവുകേടിൻ്റെ അറിവിൻ്റെ ലക്ഷണങ്ങൾ പറഞ്ഞിട്ട് അറിവുകേടിൻ്റെ ലക്ഷണം ഇതല്ലാത്തതൊക്കെ അറിവുകേടാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അറിവുകേട് ഇങ്ങനെ ഉദാഹരിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് അറിവിൻ്റെ ലക്ഷണങ്ങൾ പറയുന്നു. ഒന്നാമത്തേതിന് അമാനിത്വം എന്ന് പറയും. അമാനിത്വം എന്ന് പറഞ്ഞാൽ താൻ കേമനാണ് എന്ന ചിന്ത ഇല്ലായിക എന്നാണ് അമാനിത്വം. ഞാൻ വലിയ മാനിയാണ് എന്ന ചിന്ത ഇല്ലാതിരിക്കുക. അപ്പം ഞാൻ കേമനാണ് എന്ന ചിന്ത നമുക്ക് എവിടുന്നാണ് ഉണ്ടാവുന്നത്? നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണ്. അമാനിത്വം, താൻ മാനിയാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുക. ഇത് നമ്മളെ എപ്പോഴും ഹേർട്ട് ചെയ്യുന്ന ഒരു സാധനം ഇതാണ്. നിങ്ങളെ ഒരാൾ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവനിലാണ് തോണ്ടുന്നത്. നിങ്ങൾ ഒരു വീട്ടിലേക്ക് ചെന്നു, അവർ ചിരിച്ചില്ല, അപ്പോൾ ഈ കുത്തുന്നത് ഇവിടെയാണ്. അല്ലെങ്കിൽ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞില്ല, അല്ല ഞാനവിടെ ചെന്നപ്പം അവർക്കെന്തോ പറ്റിയില്ല, അതുവരെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ കണ്ടതും പിന്നെ എല്ലാറ്റിൻ്റെയും മുഖം കടന്നല്ല് കുത്തിയതുപോലെ. നമ്മൾ ചില ഉപമകളൊക്കെ നടത്തും. പിന്നെ യാതൊരു ഇതുമില്ല, പിന്നെ എന്തിന് നമ്മളവിടെ നിൽക്കണം, ഇനി മേലിൽ ഞാൻ അങ്ങോട്ടില്ല. അപ്പം നമ്മൾ ആരോ ആണ് എന്ന് നമുക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. ഇങ്ങനെ ഞാൻ കേമനാണ് എന്ന് മറ്റുള്ളവർ എന്നെ എപ്പോഴും അംഗീകരിക്കണം എന്ന ഒരു വലിയ പൊട്ട സിദ്ധാന്തം മോനെ അർജുന നീ ആദ്യം എടുത്തു മാറ്റൂ എന്നാണ് അമാനിത്വം. ഞാൻ കേമനാണ്. അപ്പോൾ അവിടെ ഞാൻ പകരക്കാരൻ ആരാണ്? ഞാൻ ആ സെൻറ്റർ പോയിൻ്റാണ്. അപ്പം അതിൽ നിന്നാലോ ഇത് മുഴുവൻ അതാണ്. ഞാൻ എന്താണോ അത് തന്നെയാണ് എൻ്റെ മുന്നിലുള്ളവൻ. ഈ കാണുന്നതൊക്കെ അതാണ്. ഇതാണ് സത്യം. അതുകൊണ്ട് ആദ്യം നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ അമാനിത്വമാണ്. ഇത് നമ്മുടെ വീട്ടിൽ ഇത് സംഘർഷം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഇതിൽ ഈ ക്ലാഷ് ഉണ്ട്, കുട്ടികൾ തമ്മിൽ ഈ ക്ലാഷ് ഉണ്ട്, എല്ലാവരും തമ്മിലും ഈ ഒരു ക്ലാഷ് ഉണ്ട്. ജീവശാസ്ത്രപരമായിട്ട് പുരുഷൻ ഇത് കുറച്ച് കൂടും എന്നാണ്. ഏത് അമാനിത്വം. ഒന്നുമില്ലെങ്കിലും മൂപ്പർക്ക് അതിങ്ങനെ ഉണ്ട്. എന്നിട്ട് ഇവരെ ഇടയ്ക്ക് ഇങ്ങനെ എന്ത് കണ്ടിട്ട ഇയാളേ, ചിലപ്പോൾ തളർന്ന് കിടക്കുകയായിരിക്കും. ഏത് കിടക്കല്ലേ, എന്നാലും ഒന്നിനും തനിക്ക് വയ്യ. എന്നിട്ട് അപ്പോഴും ഇവർ പറയും ഇങ്ങനെയൊക്കെ കിടന്നിട്ട് ഈ മനുഷ്യൻ പഠിക്കുന്നില്ലല്ലോ ഈശ്വര. സ്ത്രീകളുടെ ഈ അമാനിത്വമൊക്കെ ഒറ്റ പ്രസവം കഴിഞ്ഞാൽ കഴിയും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതെ, അത്രയേ ഉള്ളൂ. അമ്മയായാൽ പിന്നെ കഴിഞ്ഞു. അവർ അപ്പോഴാണ് അവരുടെ എല്ലാ സവിശേഷതകളും എന്താ പറയുക ഉടലെടുക്കുന്നത്. അതിനു മുമ്പ് അവർക്ക് ഉണ്ടാവും ഇതൊക്കെ. കഴിഞ്ഞാൽ പിന്നെ 99% നേരെയാവുന്ന. അതുകൊണ്ട് അമാനിത്വം. അടുത്തത് അദംഭിത്വം. അമാനിത്വം അദംഭിത്വം, അങ്ങനെ ശ്ലോകം അങ്ങനെ പോകുന്നത്. ശ്ലോകം നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വേണമെങ്കിൽ സ്വാമി വായിക്കാം.
അമാനിത്വം അദംഭിത്വം അഹിംസാ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മവിനിഗ്രഹ ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യം അനഹങ്കാര ഏവച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം അസക്തിരനഭി സംഗഃ പുത്രധാര ഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു മയിചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശ സേവിത്വം അരതിർജന സംസതി അധ്യാത്മജ്ഞാന നിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതത് ജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോ അന്യത. രണ്ടാമത്തേത് അദംഭിത്വം. അദംഭിത്വം ഗർവ് ഇല്ലാതെ ഇരിക്കുക. ഈ ഗർവ് ഇല്ലാതിരിക്കലിൻ്റെ പ്രായോഗികത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഗർവ് ഉണ്ടാവുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, താൻ ചെയ്യുന്നത് ശരിയെന്ന് താൻ എപ്പോഴും കരുതുക, മറ്റുള്ളവർ ചെയ്തിട്ടുള്ളതിലൊന്നും ശരിയില്ല എന്ന് എപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. മതി മതി, അതവിടെ വെച്ചേക്ക്, ഞാൻ ചെയ്യാം, നിങ്ങളെന്നൊരു കാര്യം ഏൽപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോഴേ എനിക്ക് തോന്നിയിട്ട് ഇതിങ്ങനെയാവുന്നു. ഗർവ്. ഈ ഗർവ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്, നിരീക്ഷിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. നിങ്ങളും അതുപോലെ ആയിരിക്കണം. എല്ലാവരും, നിങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മളൊക്കെ നിരീക്ഷിക്കുന്നവർ തന്നെയാണ്. സ്വാമി അതിൽ വിശേഷം നിരീക്ഷിക്കുന്നവനല്ല. എന്നാലും ചിലതൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കാറുണ്ട്, ചില കാര്യങ്ങളൊക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഒരിക്കലും ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്, ഈ ഫ്രൂട്ടിയൊക്കെ ഇറങ്ങിയ കാലം, ഈ പേപ്പർ പാക്കറ്റിൽ ഈ സാധനം. അപ്പോൾ ട്രെയിനിൽ ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒരു കുട്ടി അച്ഛനെ തോണ്ടിയിട്ട് ഇതിങ്ങനെ കാണിച്ചു കൊടുത്തു. പലവട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഒന്നും അറിയാത്ത പോലെ അങ്ങനെ ഇരുന്നു. നമ്മളതിൽ മിടുക്കന്മാരാണല്ലോ. അപ്പോൾ അവൻ പിന്നെ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഇതിങ്ങനെ ഇനി ഇയാൾക്കറിയാം ഈ തോണ്ടൽ ഈ പോണ ആൾ കാണുന്നുണ്ട്. അവർ കുട്ടികളെ മാത്രമാണ് നോക്കുക. അപ്പോൾ പിന്നെ മറ്റുള്ളവർ നോക്കുമ്പോൾ ഇവനിങ്ങനെ ഇയാളെ തോണ്ടുന്നു, നിങ്ങൾക്കൊന്ന് എന്തുകൊണ്ട് മേടിച്ച് കൊടുത്തൂടെ എന്ന് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ സംഭാഷണം ഇല്ലാത്ത നേത്രങ്ങളിലൂടെ പാവ ആ കുട്ടിക്ക് കൊടുത്തൂടെ എന്നുള്ള. അപ്പം ഞാനൊരു ദരിദ്രവാസിയാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത് എന്ന മട്ടിൽ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, എന്താ മോനെ, നീ വേണോ മോന്, എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞു പിന്നെ ഒരെണ്ണം അങ്ങോട്ട് മേടിച്ചു കൊടുത്തു. അപ്പോൾ മൂപ്പര് ഇതൊന്നും ഇല്ലാത്തതാണ്, പക്ഷേ അയാൾ ഒരെണ്ണം മേടിച്ചു കൊടുത്തിട്ട് മൂപ്പര് ഈ പേഴ്സിൽ ബാക്കി കാശൊക്കെ വെക്കുന്നതിൻ്റെ ഇടയിൽ അവൻ ഇതെടുത്തു. അപ്പോൾ നമുക്ക് തോന്നുന്നത് ഈ കുട്ടിക്ക് ഇത് കുടിക്കുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് ആൺകുട്ടിയാണ്. അവൻ ഇതിൻ്റെ സ്ട്രോ ഉണ്ട്, അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കുക എന്നുള്ളതായിരുന്നു മൂപ്പരുടെ ഒരു പ്രധാന ആവശ്യം. ഇത് ഇവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവൻ അത് മേടിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, നിൽക്ക് നീ അത് പുറത്തേക്ക് കളയും, ഞാനത് ശരിയാക്കി തരാം, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അതിനു വേണ്ടി ഒരു ഗുസ്തി പിടിക്കുന്നുണ്ട് അച്ഛനോട്. ഞാൻ ചെയ്യാം അച്ഛൻ, ഞാൻ എന്ന് പറയുന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇതൊരൊറ്റ ഞെക്ക, അപ്പോൾ പിശിക്കെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ആ കുട്ടിക്ക് ഭയങ്കര സന്തോഷമായത്. എടാ വിഡ്ഢി, നിന്നോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഞാൻ ചെയ്യാം എന്നതാണ് ആ ചിരിയിൽ. ഇതാണ് ഈ ഗർവ്. എന്ത് അദംഭിത്വം, അത് നമുക്ക് പാടില്ല. നമുക്ക് എന്ത് സംഗതി നമുക്ക് പറയാൻ പറ്റണം. ഇത് നമുക്ക് ഇങ്ങനെ ആക്കിക്കൂടെ, വേണമെങ്കിൽ ഇന്ന് ഒന്നുകൂടെ ഉഷാറാവുമല്ലോ, ഒരു ശ്രമം നടത്തിയ ഇത് കുഴപ്പമൊന്നുമില്ല. ഇതങ്ങനെയല്ലേ, നമ്മൾ ഒരു ഭക്ഷണം പാകം ചെയ്താൽ അല്ലെങ്കിൽ ഭാര്യ കൊണ്ട് തരുമ്പോൾ അത് ആ വീട്ടിൽ നിന്ന് ഞാൻ ദോശ കഴിച്ചു, എന്തൊരു ഇതുണ്ടെന്ന് പറയാം. നിനക്ക് നീ ദോശ ഉണ്ടാക്കുന്ന ആ ദോശയും നിന്നെപ്പോലെ ഉണ്ട് കാണാൻ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ചെയ്യുന്നതിനെ ഒന്നും പ്രശംസിക്കാതെ അതിനെയൊക്കെ എപ്പോഴും ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തത് നമുക്ക് പാടില്ല എന്നാണ്. പകരം വയ്ക്കാനുള്ളത് ഇതാണ്, പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് കർമ്മങ്ങളെ നിഷേധിക്കുകയും നിരാകരിക്കാതിരിക്കുകയും ചെയ്യുക. അത് എനിക്ക് നന്നായി ചെയ്യാൻ അറിയാം, നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്ന ഭാവം നമ്മളിൽ നോട്ടത്തിലോ
എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ കൊണ്ടു തന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ. ഇഷ്ടമായില്ലേ ചേട്ടന്? ആ മതി, അല്ല ഞാൻ മാറ്റിക്കൊണ്ടുവരണം, വേണ്ട. ഒരു താങ്ക്സ് ഒക്കെ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്വാമി ഇതൊക്കെ പുരുഷന്മാരുടെ കാര്യത്തിൽ, എല്ലാവരുടെ കാര്യത്തിലും ഉണ്ട് കേട്ടോ, പക്ഷെ ഇതൊക്കെ കൂടുതലും ഒരു ആ ലൈനിൽ നിൽക്കുന്ന സാധനങ്ങളാണ്. അമാനിത്വം, അദംഭിത്വം. അടുത്തത് അഹിംസ. ഹിംസിക്കാതിരിക്കുക. ഹിംസിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ ഹിംസ, ഗീത വീണ്ടും ഹിംസയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അഹിംസ ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമൊന്നുമല്ല, പലരും അങ്ങനെ ധരിച്ചിട്ടുണ്ട്. കാരണം പ്രായോഗികമല്ലാത്ത ഒരു സിദ്ധാന്തമാണ് അഹിംസ. അതിനവർ കാണുന്നത്, നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മുടെ കാൽപാദത്തിൻ്റെ അടിയിൽ ഉറുമ്പുകൾ ഉണ്ടാവും, നമ്മൾ ശ്വസിക്കുമ്പം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പം, നമ്മൾ പല്ല് തേക്കുമ്പം, ഇങ്ങനെയൊക്കെ എത്രയോ ജീവജാലങ്ങൾ കൊല്ലപ്പെടുന്നു. ഇത് കൊല്ലലുമായി ബന്ധപ്പെട്ടതല്ല വാസ്തവത്തിൽ അഹിംസ എന്ന്.